പെയിനായിരിക്കും. ക്യാമറയുടെ എടുത്തിട്ടുണ്ടോ? പൊളി 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 കേട്ടോ. അല്ലല്ല ഇത് കുരിയാണ്, ശ്രദ്ധിക്കണം കേട്ടോ. മുള്ളുണ്ട്, കുത്തിക്കേറിയ നല്ല പെയിനായിരിക്കും. ഇൻട്രോ 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 തിളങ്ങി തിളങ്ങി കയറുന്നുണ്ട്. സ്റ്റിക്ക് അടിക്കരുത് കേട്ടോ. എടാ ഉണ്ട് ഉണ്ട് ഉണ്ട്. പൊളി പൊളി പൊളി. പൊക്ക് പൊക്ക് പൊക്ക്. പൊളിച്ച് പൊളിച്ച് തിരിച്ച്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വേട്ടക്കാരൻ ബ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നൊക്കെയാണ്. നമ്മളപ്പോൾ സാൾട്ട് വാട്ടർ ഫിഷിംഗ് വീഡിയോ ആണ്. ഫസ്റ്റ് ടൈം സാൾട്ട് വാട്ടർ ഫിഷിംഗ് വീഡിയോ ആണ്. ഇതിന് മുന്നേ ഇറക്കിയത് മറ്റൊരു ആൾക്കാർ പിടിക്കുന്ന വീഡിയോ ആയിരുന്നു നമ്മൾ ഇട്ടത്. ഇന്ന് നമ്മൾ പിടിക്കുന്ന വീഡിയോ കിട്ടിയേക്കാണ്. അങ്ങനത്തെ ഫസ്റ്റ് ടൈം സാൾട്ട് വാട്ടർ ഫിഷിംഗ് വീഡിയോ ആണ് നമ്മുടെ ചാനലിലെ. അപ്പോൾ നമ്മൾ ദുബായിൽ പോയി ഫിഷിംഗ് ഒക്കെ നോക്കിയെങ്കിലും നമുക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഫിഷ് ചെയ്യാനുള്ള ഏരിയാസ് അടുത്ത് അങ്ങനെ കുറേ കിട്ടാഞ്ഞിട്ടും കുറേ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ടും നമ്മൾ മീൻ പിടിച്ചില്ല. മീൻ പിടിക്കാനായിട്ട് കിട്ടുകയില്ല. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ വന്ന് നമ്മൾ അടിപൊളിയായിട്ട് മീൻ പിടിച്ച് തുടങ്ങി. നമുക്ക് നല്ലോണം മീൻ കിട്ടി. ഫോട്ടോ വെച്ചാണ് സ്പോട്ട്. അപ്പം കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല, നേരെ വീഡിയോ ഇട്ട് കിടക്കാം. മനഞ്ഞില്ലേക്കല്ല ആരോഗ്യം കേട്ടോ. ഇത് പാമ്പല്ല, അത് പൊളയാണ്ടെടുപ്പം എനിക്ക് മനസ്സിലായി. ഈ ഇങ്ങനെ സാധനം കയറി അടിക്കും. തല കട്ടിയതളാ. അതെ ഞാൻ വിഷയട്ടെ. അല്ല വിസിൽ നടക്കൂല. നല്ല മണം അടിക്കാൻ പറ്റേ. ഓ എന്നാണത് അറക്കവാള് ഇത് ചെറുത്ത ഇപ്പൊ തീരും. ട്രോളാലോളാ മൊത്തം. നിനക്ക് എവിടെ പോകണ്ടെന്ന് പറഞ്ഞു? ക്യാമറയുടെ എടുത്തിട്ടുണ്ടോ? ഏട്ട ഒരു ഞാൻ കൈ കഴിഞ്ഞു ചുമ്മാ. ഒന്ന് രണ്ട് മൂന്ന് പീക്കിരി ഉണ്ട്. 3 മിനിറ്റ് ചെറുപ്പോ അല്ലടാ ഇടത്തരം. നീ ഇപ്പൊ പിടിച്ച് കിട്ടിയതൊക്കെ ഇപ്പൊ ആവോ. പൊളി 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 കൊണ്ടോ. ആ സാധനം കിട്ടും ഒരു തന്നെ. സൂക്ഷിച്ച് ഇപ്പൊ കാല കയറിയാണ് കേട്ടോ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ വണ്ടി. ടെക്നിക്കാണ്. കരച്ചില് കണ്ടോട്ടാ മഞ്ഞക്കുരിയുടെ തൊട്ട്. അല്ല ഇതെല്ലാം മീനും കറി. മഞ്ഞക്കുരിയുടെ ആ ഒരു ടൈപ്പ് സംഭവം. പൂരണോ എന്റെ അടുത്ത കൈയായതുകൊണ്ടാ കേട്ടോ. ആ പരിപാടി വലത്തെ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പരിപാടി. അപ്പോൾ ഗായ്സ് ഡേ 2 വന്നേക്കാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഫിഷിങ്ങിന്. അപ്പോൾ അന്നത്തെ പോലെ തന്നെ നല്ല രീതിയിൽ കുളവാഴയുണ്ട്. അതേപോലെ ഇഷ്ടം പോലെ നല്ല ആൾക്കാരും ഉണ്ട് കുറേ. ഇവിടെ നല്ലൊരു ഈവനിങ് മൂവ്മെൻറ്റിലാണ് നമ്മൾ വന്നേക്കണേ. അപ്പോൾ നല്ല ഇഷ്ടം പോലെ നമ്മുടെ മച്ചാന്മാരൊക്കെ ഇവിടെ ഉണ്ട്. കുറേ ആൾക്കാർ ഫിഷിങ് നോക്കുന്നുണ്ട്, കുറേ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞു ബുദ്ധിമുട്ടിക്കില്ല. അദ്ദേഹം അടക്കണം അടുത്ത കൂലി. നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബാക്ക് ലൈൻ്റെ എൻഡിൽ മോണോകോട്ട് ലൈനിൽ 3-4 ഹുക്കുകൾ ഒരുമിച്ച് കെട്ടിയിട്ട് ലാസ്റ്റ് അതിൻ്റെ എൻഡിലായിട്ട് വലിയൊരു നെട്ടോ ബോൾട്ടോ കണക്ട് ചെയ്തിടുകയാണ് ചെയ്തേക്കണേ. അതാകുമ്പോൾ നമുക്ക് എറിഞ്ഞു പോയി കഴിഞ്ഞാലുള്ള നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇഷ്ടം പോലെ കൂരി കിട്ടും. അപ്പോൾ 3-4 ഹുക്ക് കെട്ടിയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കടൽക്കൂരി കൂട്ടായിട്ട് നിൽക്കുന്ന ഏരിയയിലാണ് ചെന്ന് അടങ്ങി 2-3 കൂരിയൊക്കെ ഒരുമിച്ച് അടിച്ചിട്ടുള്ള ചാൻസും ഉണ്ട്. പിന്നെ കുളവാഴ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കിട്ടാൻ. അപ്പോൾ നമുക്ക് ഒരെണ്ണമൊക്കെ വെച്ചായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള രീതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പറഞ്ഞു ഉറപ്പിക്കാണ്ട് നിങ്ങൾ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. കാലക്കർ ചവിട്ടരുത്, കുളത്തേക്കർ ചവിട്ടരുത്. കുഞ്ഞിക്കിരി അല്ലേ?
ആ അത്യാവശ്യം ഉണ്ട് കേട്ടോ. പൊക്കിക്കോ അല്ലെങ്കിൽ പോവും. ഓക്കെ നേരെ പൊക്കിക്ക്. ആ യൂട്യൂബിലിടാം. എന്താ ആ ഒരു തരം. അപ്പൊ ഗായ്സ് ഇന്നത്തെ മീൻപിടുത്തം ഏകദേശം തീർന്നു. ഇന്ന് പക്ഷെ നൈസായിട്ട് കിട്ടിയുണ്ട് കേട്ടോ അത്യാവശ്യം. എടാ വെള്ളം ലീക്കാവുണ്ട് കേട്ടോ. എൻ്റെ പാൻറ്റിക്കടി ചെടിയായിരുന്നു. ഇത് നല്ലോണം അലക്കണം. അപ്പോൾ അതേ നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത സൈസും വരും. പിന്നെ കുറച്ച് ജൂനിയേഴ്സ് നേഴ്സറി പിള്ളേരെയും കിട്ടി. അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം കഴിയാണ്. അല്ലാപ്പി സൈനിങ് ഫോർ ചേച്ചേ പോവല്ലേ? അപ്പം ഞങ്ങളെല്ലാം കെട്ടി. വെള്ളം ഒഴുകിയുണ്ട്. കാറിക്കടാവാണ്ടിരിക്കാൻ കളയാം. പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുളവാഴ എന്ന് പറയുന്ന സാധനമാണ്. ഇഷ്ടം പോലെ ഉണ്ട്. മൊത്തം നമ്മുടെ ചൂണ്ട നിറച്ച് കയറിയിടും. ഈ ഒരു പ്രദേശം മൊത്തമാണ്. ഇത് വേലി ഇറക്കാണോ കയറ്റാണോ ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളിവിടെ ഉള്ള ആൾക്കാരല്ല. അപ്പം ഫിഷിങ്ങിന് വരുമ്പോൾ ഇതാണ് പ്രശ്നം. ഈ ചൂണ്ടയുടെ മൊത്തം അടുക്കി ഇത് കയറി വരുന്നത്. അപ്പം ഇനി ഇതിവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പോവാണ്. ഓക്കെ. അപ്പോൾ കാര്യം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കാരണം നമ്മൾ അവക്കൂടെ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ മീൻ ആക്ടിവിറ്റി നല്ലോണം ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ കുറേ നേരം നിന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങ് അത്ര അടിപൊളിയാക്കാനൊന്നും പറ്റിയില്ല. കാരണം 3 പേരുടെ ചൂണ്ടയിലും നല്ല രീതിയിൽ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. കുളവാഴയോട് മാത്രമാണ് എല്ലാ മീനും പിടിച്ച് കയറ്റാൻ പറ്റാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.